മൻ മലഅ ഐനഹു മിനൽ ഹറാം മലഅ അല്ലാഹു ഐനഹു മിൻ ജംരി ജഹന്നം. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരാൾ തന്റെ കണ്ണിനെ ഹറാമ് കൊണ്ട് നിറച്ചാൽ, ഒരാൾ അല്ലാഹു തന്ന കണ്ണിനെ ഹറാമുകളെ കൊണ്ട് നിറച്ചാൽ എന്ന് പറഞ്ഞാൽ കാണാൻ പാടില്ലാത്ത ആളുകളെ നോക്കിയാൽ, നോക്കാൻ പാടില്ലാത്ത ഇടങ്ങളിലേക്ക് നോക്കിയാൽ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, മല അല്ലാഹു ഐനഹു ബിജംരി ജഹന്നം, നരകത്തിലെ തീക്കനലുകളെ കൊണ്ട് അല്ലാഹു അവന്റെ കണ്ണിനെ നിറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിലെ തീക്കനലുകളെ കൊണ്ട് അല്ലാഹു അവന്റെ കണ്ണിനെ നിറക്കുന്നതാണ്. ഹറാമുകൾ നിരന്തരം കണ്ടാൽ അല്ലാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം. അന്നദറതു സഹ്മും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. നോട്ടം എന്ന് പറയുന്നത് പിശാചിന്റെ ആവനാഴിയിലെ അസ്ത്രങ്ങളിൽ ഒരസ്ത്രമാണ്. പിശാചിന്റെ ആവനാഴിയിലെ വിഷമൂട്ടപ്പെട്ട അസ്ത്രമാണ്. പ്രിയപ്പെട്ടവരെ, നോട്ടം എന്ന് പറയുന്നത് മൻ തറകഹാ ഖൗഫൻ മിനല്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് അരുതാത്ത നോട്ടങ്ങളെ ഒരാൾ സൂക്ഷിച്ചാൽ, ഹറാമായ നോട്ടങ്ങളെ ഒരാൾ സൂക്ഷിച്ചാൽ, യജിദു ഹലാവതഹു ഫീ ഇബാദതി, അവന് ആരാധനകളിൽ ആനന്ദം ലഭിക്കുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അരുതാത്ത നോട്ടങ്ങൾ, അരുതാത്ത രീതിയിലുള്ള എല്ലാ ഇടപെടലുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് പലർക്കും അറിയുന്ന പോലുമില്ല എന്താണ് ഹറാമ്, എന്താണ് ഹലാൽ എന്നൊക്കെ. പറയുമ്പോൾ എല്ലാം പറയണല്ലോ. പലർക്കും അതന്നെ അറിയില്ല. ആരോടൊപ്പം ഇരിക്കാൻ പറ്റും, ആരോടൊപ്പം പറ്റില്ല, അല്ലെ? ഇപ്പോ എന്താ പറയാ, ജെൻഡർ ന്യൂട്രാലിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റി ഗവൺമെന്റ് പോലും അങ്ങനെയാണ് പറയുന്നത്, ജെൻഡർ ന്യൂട്രാലിറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്രസയിലെ കുട്ടികളോട് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ ചോദിക്കും, ഉസ്താദേ അത് എൻ്റെ പെങ്ങളല്ലേ, എൻ്റെ ആങ്ങളയല്ലേ, നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ, വിരോധമുണ്ടോ? ആരാണ്? സ്വന്തം പെങ്ങളെ പറ്റിയല്ല പറയുന്നത്, കസിൻസ് എന്ന് പറയാറുണ്ട്, അല്ലെ? ഇളയപ്പാന്റെ മകൾ, മൂത്താപ്പാന്റെ മകൾ, മൂത്താപ്പാന്റെ മകൻ, ഇളയപ്പാന്റെ മകൻ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അരുതാത്ത രീതിയിലേക്ക് ചെന്നെത്തിപ്പോകുമെന്ന് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. അത് വിവാഹബന്ധം ഹറാമല്ലാത്ത ആളുകളാണത്. തൊട്ടാൽ ഉളൂ മുറിയുന്ന ബന്ധങ്ങളാണത്. അപ്പൊ നമ്മൾ, പ്രിയപ്പെട്ടവരെ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണുന്നത് മുഴുവനും ഹറാമുകളായ കാഴ്ചകളാണ്. ഹറാമായ കാഴ്ചകൾ, ഹറാമായ ഇടപെടലുകൾ എല്ലാം 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 നിഷിദ്ധങ്ങളാണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മനോഹരമായി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി. എന്റെ ഉമ്മത്ത് മോശമാകുന്ന നേരത്ത് ആരെങ്കിലും എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ അവന് 100 ഷഹീദിന്റെ പ്രതിഫലമുണ്ട്. എന്റെ ഉമ്മത്ത് മോശമാകുന്ന കാലത്ത്, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഒരു ഘട്ടമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മത്ത് മോശമാകുന്ന നേരത്ത് എല്ലാ തോന്നിവാസവും ചെയ്യാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളുമെല്ലാം നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ സുലഭമായി ലഭിക്കുന്ന ഒരു കാലം. ഈ കാലത്ത് നമ്മൾ ഹബീബിന്റെ തിരുചര്യയെ മുറുകെ പിടിച്ചാരാണോ ജീവിക്കുന്നത്, അവന് 100 ഷഹീദിന്റെ പ്രതിഫലമാണ്.
ഹബീബാ നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് കാണണോ? ലാ തഖൂമുസ്സാ ഹത്താ ലാ യബ്ഖാ അലാ വജ്ഹിൽ അർളി അഹദുൻ ലില്ലാഹി ഫീഹി ഹജാ. ദീർഘമായ ഹദീസിൽ മുത്തനബി തങ്ങൾ പറയാണ്, ലോകാവസാനം ഉണ്ടാവുകയില്ല. ഏതുവരെ എന്നറിയോ? ഹത്താ തുഖദൽ മർഅതു നഹാറൻ ജിഹാറാ തുൻകഹു വസ്തത്വരീഖ്. പട്ടാപ്പകൽ പരസ്യമായി നടുറോഡിൽ ഒരു പെണ്ണിന് വ്യഭിചരിക്കപ്പെടുന്ന കാലം വരാതെ, പീഡിപ്പിക്കപ്പെടുന്ന കാലം വരാതെ ലോകം അവസാനിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യുൻകിറു ദാലിക അഹദുൻ. ആർക്കും അതൊരു വിഷയമേ ആയി മാറൂല, ആർക്കും അതൊരു വിഷയമായി തോന്നൂല. പട്ടാപ്പകൽ പരസ്യമായി നടുറോഡിൽ ചുംബന സമരം നടന്നല്ലോ നമ്മുടെ നാട്ടിൽ. പട്ടാപ്പകൽ പരസ്യമായി വിഭജിക്കപ്പെടുന്ന കാലം വരാതെ ലോകം അവസാനിക്കുകയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ആ കാലഘട്ടത്തിലെ നല്ല മനുഷ്യരാരായിരിക്കുമെന്നറിയോ? ലൗ നഹൈതഹാ അനിത്വരീഖ് ഖലീല. അതുവഴി നടന്നു പോകുമ്പോ ഒന്നൊരൽപ്പം മാറി നിന്ന് ചെയ്തുകൂടെ? ഒരൽപ്പം മാറി നിന്ന്, ഈ തെമ്മാടിത്തരം ഒരൽപ്പം മാറി നിന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കാൻ ധൈര്യപ്പെടുന്ന ഒരാൾ ആ കാലഘട്ടത്തിലുണ്ടെങ്കിൽ അവരായിരിക്കും ആ കാലഘട്ടത്തിലെ ഏറ്റവും താരതമ്യേന നല്ല മനുഷ്യനെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു ഓർക്കമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ പറഞ്ഞു വന്നത്, യുവാക്കൾ നന്മയുടെ നിർമ്മാണങ്ങളാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു നൽകിയ മക്കളെ നല്ല രീതിയിൽ നമ്മൾ വളർത്തണം. അല്ലാഹു പൊരുത്തപ്പെടുന്ന വഴിയിൽ ചെറുപ്പം മുതൽ തന്നെ നല്ല നല്ല ശീലങ്ങളാണ് നമ്മൾ മക്കൾക്ക് നൽകേണ്ടത്. ആ കുട്ടികളാണ് കുട്ടിക്കാലം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്നു വരുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ദുശീലങ്ങളാണ് അവർ ശീലിച്ചതെങ്കിൽ, അരുതാത്ത സംസ്കാരമാണ് നമ്മൾ അവർക്ക് നൽകിയതെങ്കിൽ, യൗവന സമയത്ത് പ്രിയപ്പെട്ടവരെ ഏറ്റവും വൃത്തികെട്ടവരായി ആ യുവാക്കൾ മാറുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ, നമ്മുടെ യുവാക്കൾ, നമ്മുടെ സമൂഹമൊക്കെ നന്നാകണമെങ്കിൽ ആര് വിചാരിക്കണം? ഏറ്റവും ആത്യന്തികമായി ഉമ്മമാര് വിചാരിക്കണം. ഉമ്മ വിചാരിച്ചാൽ ഒരു തലമുറയെ തന്നെ നന്നാക്കി മാറ്റാൻ പറ്റും. ഉമ്മ വിചാരിച്ചാൽ ഒരു സമൂഹം തന്നെ നന്നാകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു നൽകിയ പ്രിയപ്പെട്ട മക്കളെ നന്മയുടെ വഴിയെ ചലിപ്പിക്കാൻ ഒരു ബാപ്പ എന്ന നിലയിൽ, ഉമ്മ എന്ന നിലയിൽ നമുക്ക് കഴിയണം. അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം. അല്ലെങ്കിൽ നമ്മൾ ഖാലിഖായ റബ്ബിന്റെ മുന്നിൽ നമ്മൾ നാളെ വിരൽ കടിക്കേണ്ടി വരും. യൗമ യഅദ്ദുല്ലാലിമു അലാ യദൈ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ നാളെ മഹ്ശറ വൻസബയിൽ വിരൽ കടിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. അരുതാത്ത ചീത്ത കൂട്ടുകെട്ടുകളെ തിരഞ്ഞെടുത്ത ആളുകളെല്ലാം നാളെ പരലോകത്ത് വിരൽ കടിക്കും. അയ്യയ്യടാ, എനിക്ക് പറ്റിപ്പോയല്ലോ പഠിച്ചോനെ, ഞാൻ ഇവന്റെ കൂടെ കൂടിയത് കൊണ്ടാണല്ലോ എനിക്ക് ഈ ഒരു ഗതി വന്നത് എന്ന് വിലപിക്കേണ്ട ഗതികേട് വരുമെന്നാണ്. അരുതാത്ത ബന്ധങ്ങളെ തിരഞ്ഞെടുത്തവർ, തെറ്റായ മോശപ്പെട്ട സൗഹൃദ ബന്ധങ്ങൾ തിരഞ്ഞെടുത്തവർ, അവരെല്ലാം നാളെ റബ്ബിന്റെ മുന്നിൽ വിരൽ കടിക്കുമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അല്ലാഹു പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് യഖീനാവണം. ഇത് അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹു നമുക്ക് നന്നാവാൻ, നന്മയുടെ വഴിയെ മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.